സംസ്ഥാനത്ത് വീണ്ടും പാമ്പുകടിയേറ്റ് മരണം റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ ദിക്ഷലിനാണ് ജീവൻ നഷ്ടമായത്. ഉറങ്ങുന്നതിനിടെയാണ് പുലർച്ചെ കുട്ടിക്ക് പാമ്പുകടിയേറ്റത്. ദിക്ഷലിനെ ആദ്യം എത്തിച്ച ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വേണ്ടത്ര ചികിത്സ ലഭ്യമായില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. 2:45 കടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ചേർന്ന് കരഞ്ഞത്. അപ്പോൾ കടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു മുറിവായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. എന്താണ് നോക്കാനില്ല, പക്ഷെ ഒന്നും കണ്ടേന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കടിച്ചത് ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വേണ്ടത്ത പരിഗണന കിട്ടിയില്ല. ചിറയൻകീഴ് ആശുപത്രി എന്നാണോ? അവിടെ നിന്ന് അവർ നിസ്സാരമായിട്ടാണ് എടുത്ത്. ഞാൻ എൻ്റെ ഡൗട്ട് കൊണ്ട് ഞാൻ പൈതാര കടിയേറ്റാണൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളതുകൊണ്ട് അങ്ങനെ ആവുമെന്ന് പറഞ്ഞു. അവൻ പറയുന്നുണ്ട് എന്തോ വലിയ സാധനം കാലിൽ കയറി കടിച്ചു, കാല് നല്ല വേദനയുണ്ട്. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ടായിരുന്നു, കാല് വേദന ഉണ്ടെന്നേ പറയുള്ളായിരുന്നു. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ്റെ കയ്യിൽ ട്രിപ്പിടണമായതുകൊണ്ട് കുത്താൻ വന്ന സമയം. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു DMO. ദിക്ഷലിന്റെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. റിനു, ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും പുറത്തു വന്നത്. അവിടെ പാമ്പുകടിയേറ്റ് ഒരു മരണം, അതും ഒരു കുഞ്ഞാണ് മരിച്ചത്. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ കുടുംബത്തിന്റെ ആരോപണവും വന്നിട്ടുണ്ട്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ തൊട്ടുപുറകിലെ ആ പ്ലൈവുഡ്, അതായത് ആ പ്ലൈവുഡ് കൊണ്ട് അടിച്ച ആ വീടിനകത്ത് അമ്മയുടെ തേങ്ങൽ ഇപ്പോഴും നമുക്ക് കേൾക്കാം. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു വീടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം കുറച്ച് തടി കൊണ്ട് പ്ലൈവുഡ് കൊണ്ട് അടിച്ചു കൂട്ടിയ വീട്, ഒന്ന് അടിസ്ഥാനം പോലും, കാര്യം അടച്ചുറപ്പില്ലാത്ത വീട് അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള വീട് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു അടിസ്ഥാനം പോലും ഇടാത്ത ആ ഒരു വീടാണ്. കുറച്ച് കമ്പുകളും അതുപോലെ തന്നെ തകരമൊക്കെ തന്നെ വെച്ചുണ്ടാക്കിയ ഒരു വീട്. ഇന്നലെ രാത്രി ഏകദേശം 2:45 കൂടിയാണ് ചിറയൻകീഴിലെ ആശുപത്രിയിലേക്ക് കുട്ടിയെ പാമ്പ് കടിയേറ്റതിനെ തുടർന്ന് എത്തിക്കുന്നത്. വീട്ടുകാർ പറയുന്നുണ്ട് എന്തോ കടിച്ചതാണ്, കുട്ടി അത് കൃത്യമായി പറഞ്ഞു എന്നുള്ളത്. അവൻ ആശുപത്രിയിൽ എത്തുന്നതുവരെയും എല്ലാ രീതിയിലും പ്രതികരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആന്റിവനം അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ആന്റിവനം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ ആരോപണം ഉയർന്നത്. ഇപ്പോൾ അച്ഛനടക്കം ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം DMO ഇപ്പോൾ അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നു. റിപ്പോർട്ട് അടിയന്തരമായി സൂപ്രണ്ടിനോട് നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ദിക്ഷലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. 3 മണിയോടുകൂടി വീട്ടിലെത്തിക്കും. വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വളരെ ദുഃഖഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് വീടിന്റെ സമീപത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വീട് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അതൊരു വീടാണോ എന്നുള്ള സംശയം ഒരുപാട് ബാക്കിയാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും അർഹതപ്പെട്ടവർ കിട്ടിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 6 പേരടങ്ങുന്ന ഒരു വീടാണ്. ഈ വീട്ടിൽ 6 പേരാണ് താമസം. അച്ചാമ്മയോടൊപ്പം കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഇന്നലെ രാത്രി 2 മണിക്ക് ശേഷം. എന്തായാലും സങ്കടകരമാണ് അവിടുത്തെ ഇപ്പോഴത്തെ ആ ദൃശ്യങ്ങൾ. അവിടെ അമ്മയുടെ ആ കരച്ചിലൊക്കെ നമുക്ക് ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നുണ്ട്. മൂർഖൻ പാമ്പ് കടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശുപത്രിക്കെതിരെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.